പായസാന്ന് പറഞ്ഞ ഒന്നിട്ടൊന്ന് കൊടുത്തിന്. അതിനാണ് നമ്മളെ ഈ പിരാന്തന്മാരുടെ കൊണ്ട് ആക്കിയിരിക്കണേ. അല്ല നാരായണിയമ്മ, ഈ പിച്ചി നിക്ക് പറഞ്ഞ എന്താ? ഇംഗ്ലീഷൊക്കെ ഇച്ചിരി കഷ്ടിയാണ്. മലയാളം തന്നെ എനിക്ക് പോരാ. എന്റെ മോൻ അമേരിക്കയിൽ നിന്ന് കത്തയച്ചുകൊണ്ട് തരുമ്പോ കണ്ണ് കാണില്ല, കണ്ണാടി എടുത്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പള്ളിയിൽ അച്ഛനെടുത്ത് കൊണ്ടുവന്നാണേ വായിപ്പിക്കാറേ. ഡോക്ടർ എന്ന ഭാവി ഇല്ലാത്ത നല്ല കുട്ടി അച്ഛൻ. എനിക്ക് എന്റെ പിറക്കാതെ പോയ മോനെ പോലെ. അല്ല ആമിനക്ക് എങ്ങനെയാ ഞമ്മള് ദേഷ്യം പിടിപ്പിക്കണേ? ആമിന നല്ലാന്ന്, ആമിന താത്താന്ന് വിളിക്കണേ. മൂപ്പൻ നോക്കട്ടെ. നിങ്ങൾ ഈ ഗുളിക കഴിക്കണോ അതോ ഞാൻ ചെന്ന ഡോക്ടറോട് പറയണോ? ഡോക്ടർ എന്താ മൂക്കി കയറ്റുവോ? കള്ള ഹിമാറ്. സത്യം പറയാലോ, ആ ഗുളിക തല പൊങ്ങൂല. സാരില്ല, ഇതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. പിന്നെ എന്നാ എന്റെ മോനും കുട്ടികളൊക്കെ എന്നെ വിളിക്കാൻ വരണതേ അങ്ങ് അമേരിക്കയിലാ. ഇവിടുത്തെ സ്വത്തും വീടുമൊക്കെ അവൻ വിറ്റു. അല്ലെങ്കിൽ തന്നെ നിക്കെന്തിനാ സ്വത്തും വീടുമൊക്കെ? നിക്കെന്റെ മോനില്ലേ? അല്ല ഇതാരൊക്കെയാ പറയണത്? മോളൂട്ടി വരൂ. എത്ര നേരാണെന്നറിയോ മുത്തശ്ശി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട്. ഇങ്ങോട്ട് വരൂ. വേണ്ട അമ്മ ഇതൊരു രണ്ട് പാട്ട് കേട്ടതാ. തലയ്ക്ക് വെളിയില്ലാത്ത എന്തിനാ അമേരിക്കയിൽ കൊണ്ടുവന്നേ? പേടിയാ. വേണ്ട. എന്താടാ എന്താടാ ഈ പിഞ്ചുകുന്റെ മനസ്സിലൊക്കെ ഇങ്ങനൊക്കെ വിഷം കുത്തി വെക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? എന്ത് തെറ്റാടാ ഞാൻ നിന്നോട് ചെയ്തത്? എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. ഡോക്ടർ വരുന്നുണ്ട്. ചോദിക്കടാ, ചോദിക്ക. ലോഹിട്ട മനുഷ്യന അദ്ദേഹം. അദ്ദേഹം ഒരിക്കലും കള്ളം പറയില്ല. ചോദിക്കടാ, ചോദിക്ക. ഡോക്ടർ അമ്മ എന്താണ് ഈ അവസ്ഥയിൽ അമ്മയിരിക്കാം? ഇതിലേക്ക് കൊണ്ടുപോകാൻ എത്ര പണം വേണമെങ്കിലും ഞാൻ ചിലവാക്കാം. എന്റെ അമ്മയുടെ അസുഖം ഒന്ന് ആര് കണ്ടാൽ മതിയായിരുന്നു. വേണ്ട, അവനോടൊന്നും പറയണ്ട, ഒന്നും പറയണ്ട. മിസ്റ്റർ വാസുദേവൻ, ഈ അമ്മയ്ക്ക് ഇപ്പോൾ തന്നെ ഒരിക്കലും ഒരു മാനസിക രോഗമായി ഞങ്ങൾ കടന്നു പോകില്ല. മാനസികാരോഗ്യ കേന്ദ്രം ഒരു പാല് തൊട്ടിക്കുന്ന സ്ഥലമായി കാണരുത്. പ്ലീസ്, ഇനി ഇത് ആവർത്തിക്കരുത്. വേണ്ട, വേണ്ട. ഞാൻ എത്രയോ തവണ അച്ഛന്റെ മുഖത്ത് നോക്കി അച്ഛോ എന്ന് വിളിച്ചിട്ടുണ്ട്. ഒരേ ഒരു തവണ ഞാൻ എന്റെ മോനെ ഒന്ന് വിളിച്ചോട്ടെ. ഒരേ ഒരു തവണ. നീ എന്നെ കൊണ്ടുപോയില്ലെങ്കിലും വേണ്ടടാ, എവിടെയെങ്കിലും ഗുരുവായൂരോ വല്ല ക്ഷേത്ര നടയിലോ കൊണ്ടാക്കിയാ മതി. ഭിക്ഷ കണ്ടെങ്കിലും ഞാൻ ജീവിച്ചോളാം. എനിക്ക് ഭ്രാന്തില്ല, എനിക്ക് ഭ്രാന്തില്ല. മാതാപിതാക്കൾ കാണപ്പെട്ട ദൈവങ്ങളാണ്. അതിനാൽ അവരെ ഉപദ്രവിക്കാതിരിക്കുക. അവരുടെ അനുഗ്രഹമാണ് നമ്മുടെ സമ്പത്ത്. നന്ദി, നമസ്കാരം.